നമസ്കാരം. ഇന്ന് വിൽപത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിൽപത്രം, ഒസ്യത്ത്, മരണപത്രം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല അബദ്ധധാരണകളുണ്ട് നമ്മുടെ നാട്ടിൽ ചിലർക്കിടയെങ്കിലും. അതായത് വിൽപത്രം ചിലരുടെ അടുത്ത് തയ്യാറാക്കേണ്ടതിനെ പറ്റി പറയുമ്പോൾ പറയും, ഞാൻ അത്ര പ്രായമായിട്ടില്ല. അതായത് മരണത്തോടടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മരണപത്രം അല്ലെങ്കിൽ വിൽപത്രം എന്നുള്ള ധാരണ ചിലർക്കുണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇതിനാധാരം, ഇത്തരത്തിലൊരു വസ്തു ട്രാൻസാക്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനാധാരമില്ല, വിൽപത്രം മാത്രമേ ഉള്ളൂ. ഇത് മുഖാന്തരം നമുക്കൊരു ലോൺ എടുക്കാനോ വസ്തു ക്രയവിക്രയം ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടായേക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. ഇത് രണ്ടും തെറ്റിദ്ധാരണകളാണ്. അത്തരത്തിലൊരു സംഭവമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മേജറായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, നമ്മളുടെ കൈവശമുള്ള വസ്തുവകളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളിലേക്ക് എത്താൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന, ഇതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയില്ല. ഒരു ഭാഗപത്രത്തേക്കാൾ കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു 500 രൂപയോ മറ്റോ രജിസ്ട്രേഷൻ ഫീ മാത്രമുള്ളൂ, സ്റ്റാമ്പ് പേപ്പറിൻ്റെ ആവശ്യമില്ലാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളുടെ വസ്തുവകൾ മറ്റൊരാളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വിൽപത്രമാണ്. ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ കുറച്ച് നിയമവശങ്ങളാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു 3 ഭാഗങ്ങളായിട്ട് ഞാൻ സംസാരിക്കാം, 3 പോയിൻറ്റുകൾ. ഒന്ന്, ഇതിൻ്റെ നിയമവശങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും, എക്സിക്യൂഷൻ എങ്ങനെ നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഭാഗം എങ്ങനെയൊക്കെ ഇത് രജിസ്റ്റർ ചെയ്യാം, വാലിഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൂടെ നമുക്കൊരു വസ്തുവകകൾ കൈമാറ്റം ചെയ്ത് കിട്ടുന്ന വസ്തുവിനെ വില്ലേജ് ഓഫീസിൽ എങ്ങനെ പോക്കുവരവ് ചെയ്ത് മാറ്റാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത് ഇതിൻ്റെ നിയമവശത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ്, സക്സഷൻ ആക്റ്റിലെ സെക്ഷൻ 58 മുതലുള്ള വകുപ്പുകളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇത് മുസ്ലിംസിന് ഇത് ബാധകമല്ല. കാരണം അവർക്ക് മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചാണ് വിൽപത്രം തയ്യാറാക്കാൻ കഴിയുന്നത്. അതുപ്രകാരം ഒരു 1/3 പ്രോപ്പർട്ടി മാത്രമാണ് അവർക്ക് വിൽപത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ പേഴ്സണൽ ലോസിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ സെക്ഷൻ 58 മുതലാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഇത് ആർക്കൊക്കെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും, അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 59ലാണ്. അപ്പോൾ മേജറായിരിക്കണം, 2 കാര്യമേ പറയുന്നുള്ളൂ. 1, മേജറായിരിക്കണം. 2, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതായത് സ്വബോധത്തോടെ മാത്രം നമുക്ക്, പ്രായപൂർത്തിയായ സ്വബോധത്തോടെയുള്ള അവസ്ഥയിൽ ഉള്ള ആളുകൾക്ക് ആർക്കും ഇത്തരത്തിലൊരു വിൽപത്രം തയ്യാറാക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഈ സ്വബോധത്തോടെ ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ എന്തെങ്കിലും മറ്റു രീതിയിലൂടെ ഫ്രോഡ് അല്ലെങ്കിൽ ഭീഷണി, അത്തരം രീതിയിലൂടെ ഒരു വിൽപത്രം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ഒരു വിൽപത്രം വോയിഡാണെന്നാണ് പറയുന്നത്. അതായത് ഏത് സമയത്തും, അത് സെക്ഷൻ 61 പ്രകാരം. അപ്പം അത്തരത്തിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു ഫ്രോഡ് വഴി ചെയ്തതാണെന്ന് വിൽപത്രം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ടെസ്റ്റേറ്റർ എഴുതി ഒപ്പിട്ട ആൾ മരിക്കണം. അപ്പോൾ അപ്രകാരം വന്ന ഒരു വിൽപത്രത്തിൽ എന്തെങ്കിലും തരത്തിൽ ഫ്രോഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന പക്ഷം നമുക്ക് സിവിൽ കോടതി, മറ്റ് അവകാശികൾക്ക് സിവിൽ കോടതിയിൽ പോയി അതിനെ വോയിഡായി ഡിക്ലെയർ ചെയ്യാനായിട്ട് സ്യൂട്ട് കൊടുക്കാവുന്നതാണ്. പിന്നൊന്ന്, ഈ ടെസ്റ്റേറ്റർക്ക് തന്നെ സെക്ഷൻ 62 പ്രകാരം ഈ ടെസ്റ്റേറ്റർ എന്നാണ് പറയുക, എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ, ഈ പ്രോപ്പർട്ടി കിട്ടുന്ന ആൾ ലെഗറ്റി എന്നും പറയും. അപ്പോൾ ഈ ടെസ്റ്റേറ്ററിൻ്റെ ജീവിതകാലത്തിൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ വിൽപത്രം രജിസ്റ്റേർഡ് ആയിരുന്നാലും അൺരജിസ്റ്റേർഡ് ആയിരുന്നാലും ഇതിനെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം അയാൾക്കുണ്ട്. രജിസ്റ്റേർഡൊക്കെ ആണെങ്കിൽ മറ്റൊരു രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റിലൂടെ വേണം അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ. ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ള വകകൾ അയാളുടെ ജീവിതകാലത്തിൽ വിൽക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസലായിപ്പോവും. അത്തരത്തിൽ ക്യാൻസൽ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ എക്സിക്യൂഷനെ സംബന്ധിച്ച് പറയുന്നത് സെക്ഷൻ 63ലാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിൽ സൈൻ ചെയ്യണം, ടെസ്റ്റേറ്ററുടെ സൈൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 2 വിറ്റ്നസ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഈ വിറ്റ്നസ് ടെസ്റ്റേറ്റർ ഒപ്പിടുന്നത് കണ്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്, സെക്ഷൻ 63 പ്രകാരം പറയുന്നത്. അപ്പോൾ അതൊരു വൈറ്റ് പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട 2 സാക്ഷികളുള്ള ഒരു ഡോക്യുമെൻ്റാണ് വിൽപത്രം എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ നിർബന്ധമില്ല.
ഇനി ഇതിൻ്റെ ഭാഷയെക്കുറിച്ച് സെക്ഷൻ 74 ആണ് പറയുന്നത്. അതിന് പ്രത്യേക ഫോർമാറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇന്ന രീതിയിൽ തയ്യാറാക്കണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതിൽ ഒപ്പിടണം, 2 സാക്ഷികളുണ്ടാകണം. ഇത് മാത്രമാണ് അതിൻ്റെ നിബന്ധനകൾ പറയുന്നത്. ഇതിൻ്റെ ഭാഷയെക്കുറിച്ച് സെക്ഷൻ 74 പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാറ്റുകളില്ല. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിരിക്കണം, അനാംബിഗസ് ആയിരിക്കണം. ആംബിഗ്വിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു രീതിയിൽ ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കിത് സിവിൽ കോടതിയിൽ സെക്ഷൻ 75 പറയുന്നത് സിവിൽ കോടതിക്ക് അധികാരമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തണമെങ്കിൽ അതിപ്പോൾ കൊടുക്കാനുള്ള വസ്തുവിലാകട്ടെ, വസ്തുവിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനിലാകട്ടെ, അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത് അവർ കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക കണ്ടീഷനുകൾ പറയുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായി പറയാൻ ശ്രമിക്കുക. ഈ നമ്മൾ പഴയ ആധാരെഴുത്തുകാരുടെ ഭാഷകളൊന്നും വേണമെന്നില്ല, സിമ്പിൾ ലാംഗ്വേജിൽ പറയുക, വ്യക്തമായിരിക്കണം. 2 അർത്ഥങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ വ്യക്തമായി പറയുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ 2-3 ആളുകൾക്ക് ഒരു പ്രോപ്പർട്ടി വിഭജിച്ച് കൊടുക്കാൻ പാർട്ടീഷൻ ഡീഡ് പോലെ ചെയ്യാനാണെങ്കിൽ അതിന് A ഷെഡ്യൂൾ, B ഷെഡ്യൂൾ, C ഷെഡ്യൂൾ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും വ്യക്തമായി പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭാഗാധാരത്തിൻ്റെ അതേ ഗുണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലെഗറ്റി ടെസ്റ്റേറ്റർ മരിക്കുന്നതിന് മുമ്പേ ലെഗറ്റി മരിക്കുകയാണെങ്കിൽ, അതായത് വസ്തു കിട്ടാൻ പോകുന്ന ആൾ മുമ്പേ മരിക്കുകയാണെങ്കിൽ ഈ അസാധുവായി തീരും. കാരണം അവരുടെ ലീഗൽ ഹയേഴ്സിന് പിന്നീട് കിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ അവകാശികൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കിട്ടില്ല. കാരണം അയാൾ മരിക്കുന്നതോടെ ആ ബില്ല് അവിടെ ക്യാൻസൽ ആവുകയാണ്. അത് പിന്നീട് ഒന്നും എഴുതി വയ്ക്കാത്ത രീതിയിൽ വേണം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് നടത്താൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു നിയമവശം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഭാഗമാണ്. അത് 3 തരത്തിൽ ഇതിനെ തയ്യാറാക്കാം നമുക്ക്. ഒന്ന്, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ രജിസ്ട്രേഡ് ആയിട്ട് ഒരു വിൽപത്രം തയ്യാറാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ 2 സാക്ഷികളോട് ഉൾപ്പെടെ നമ്മളൊരു വിൽപത്രം വെള്ള പേപ്പറിൽ തയ്യാറാക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ സമർപ്പിക്കുന്നു. ഈ രജിസ്ട്രേഷൻ സമർപ്പിക്കുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീ ഇത്ര കൊടുക്കേണ്ടുള്ളൂ, അവിടെ പോയി ചെയ്യാം. അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളാണെങ്കിൽ രജിസ്ട്രാറെ നമുക്ക് വീട്ടിലേക്ക് വരുത്താം, ഒരു അഡീഷണൽ ഫീ കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ രജിസ്ട്രാർ വീട്ടിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്തു തരും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സർട്ടിഫൈഡ് കോപ്പി അപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ കോപ്പി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സർട്ടിഫൈഡ് കോപ്പി അപേക്ഷിച്ച് അതിൻ്റെ കോപ്പികൾ എടുക്കാൻ സാധിക്കും. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ എടുക്കണതിനോ മറ്റോ പോകാനായിട്ട് രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് വളരെ പ്രൂഫുണ്ട്. ഇതിന് ആകെ ഒരു ന്യൂനത എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസലാക്കാവുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഒരു ലോണിന് പോകുമ്പോൾ ഇതിന് ശേഷം ഒരെണ്ണം പിന്നീട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നറിയാനാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അതിന് സാധാരണ ചെയ്യാറ് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുപ്പിക്കുക എന്നുള്ളതാണ്. സർട്ടിഫൈഡ് കോപ്പി എടുപ്പിക്കുമ്പോൾ അത് ക്യാൻസൽഡ് ആണെങ്കിൽ നമുക്ക് അവിടെ അറിയാൻ കഴിയും. അതാണ് ബാങ്കുകളൊക്കെ നിഷ്കർഷിക്കാറുള്ളത്. പിന്നീട് ഒരു അഫിഡവിറ്റോ മറ്റോ കൂടുതൽ വാങ്ങിക്കാറുണ്ട്. അത് വെച്ച് നമുക്ക് പോകാവുന്നതാണ്. രണ്ടാമതായി ഇത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പറിൽ തയ്യാറാക്കി സാക്ഷികൾ ഒപ്പിട്ട ഒരു ഡീഡാണെങ്കിൽ മരിച്ചു പോയതിന് മുമ്പ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പിന്നീട് ഇത് കിട്ടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് വൈറ്റ് പേപ്പറിലായതുകൊണ്ട് ചിലപ്പോൾ ബാങ്കുകൾ മറ്റും ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. വാലിഡ് ആണെങ്കിൽ കൂടെ അവർക്ക് അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരിക്കില്ല, അവർ ലോൺ തരാൻ മടി കാണിക്കും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൽ അവകാശപ്പെട്ട ആളുകളെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് പ്രൊബേറ്റിങ്ങിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. പ്രൊബേറ്റ് ചെയ്യാനായിട്ട് സമർപ്പിക്കുമ്പോൾ ഈ വൽപത്രത്തിൻ്റെ മറ്റു ആളുകളെല്ലാം നോട്ടീസ് അയച്ച് അവിടെ കോടതിയിൽ വന്ന് ഒരു എൻക്വയറി നടത്തും മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ. എൻക്വയറിക്ക് ശേഷം കോടതി ഇതിൽ ജെനുവിൻ ആണെന്ന് തോന്നുന്ന പക്ഷം ഇതിൽ സീൽ ചെയ്ത്, അതായത് അറ്റസ്റ്റേഷനാണ് കോടതിയുടെ. അപ്പോൾ ഈ അറ്റസ്റ്റേഷൻ നടത്തി തരുമ്പോൾ അതും ഈ രജിസ്റ്റേർഡ് വിൽപത്രം പോലെ തന്നെ വാലിഡായിട്ട് തീരും. ഇത് ഈ മരണശേഷം നമുക്ക് അവകാശികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് പ്രോസസ്സ് ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ട് എപ്പോഴും രജിസ്റ്റേർഡ് ആണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ പ്രൊബേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് കോപ്പിയോ മറ്റോ മജിസ്ട്രേറ്റ് കോടതിയിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. മൂന്നാമതായി ഉള്ള ഒരു കാര്യം, ഇത്തരം നമുക്കൊരു സീക്രസി ആവശ്യമുണ്ട്. ഈ എഴുതുന്ന ആൾക്ക്, ടെസ്റ്റേറ്ററിന്
ഒരു സീക്രസി കൊണ്ട് നടക്കണം. എൻ്റെ മരണശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ, ആർക്കൊക്കെയാണ് വസ്തുവകകൾ കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിപ്പോസിഷൻ ഓഫ് വിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഡിപ്പോസിറ്റ് ചെയ്യാം. സീൽഡ് കവറിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയ സാക്ഷികളൊപ്പിട്ട ഒരു വിൽപത്രം സീൽഡ് കവറിൽ നമുക്ക് ഡിസ്ട്രിക്ട് രജിസ്ട്രാറിനെ സമീപിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഡിസ്ട്രിക്ട് രജിസ്ട്രാർ അത് അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കും. മരണശേഷം നമ്മളുടെ ലീഗലേഴ്സിൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലേഴ്സിന് ഡെത്ത് സർട്ടിഫിക്കറ്റുമായി ഡിസ്ട്രിക്ട് രജിസ്ട്രാറെ സമീപിക്കാം. ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ആ സമയം മാത്രമാണ് അത് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അവിടെ അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതിന് മരണശേഷം രജിസ്ട്രേഷൻ സാധ്യമാണ്. മരണശേഷം സബ് രജിസ്ട്രാറിന് മുമ്പിലും രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. ഈ പ്രൊബേറ്റിങ്ങിന് പറഞ്ഞ പോലെ തന്നെ പല പല നൂലാമാലകളുണ്ടെന്ന് മാത്രം. നോട്ടീസ് പബ്ലിഷ് ചെയ്യണം, ഗസറ്റ് പബ്ലിക്കേഷൻ വേണം, അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെയും രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ഒരു കാര്യം സബ് രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ളതും പിന്നീട് പ്രോബ്ലംസ് ഇല്ലാത്തതും അവകാശികൾക്കും മറ്റു ഓടി നടക്കേണ്ടത് അല്ലാത്തതായിട്ടുള്ള വളരെ സേഫായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് വില്ലാണ്. ഇത്രയുമാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളായി പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ആൾ മരിച്ചതിന് ശേഷം ഇത് വില്ല് പ്രാബല്യത്തിൽ വരുന്നു. അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു 3 ഷെഡ്യൂളായി 3 മക്കൾക്ക് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം പ്രോപ്പർട്ടിയുടെ ഒരു കുടിക്കട സർട്ടിഫിക്കറ്റ് എടുക്കുകയും മരണ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ഉടമസ്ഥൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എടുക്കുകയും വിൽപത്രത്തിൻ്റെ ഒറിജിനലുമായി ഈ ആളുകളുടെ എല്ലാം ID പ്രൂഫുമായി പോക്കുവരവിന് വില്ലേജ് ഓഫീസിൽ നേരിട്ട് നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം തണ്ടപ്പേരുകൾ പിടിക്കുകയും പ്രത്യേകം നമ്മൾക്ക് തിരിച്ചു വച്ചിട്ടുള്ള ഭൂമിക്ക് നമ്മുടെ പേരിൽ ടാക്സ് അടച്ച് കിട്ടുകയും പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും വില്ലേജിൽ നിന്ന് നമ്മുടെ അവകാശപ്പെട്ട ഈ സ്ഥലത്തിന് പ്രത്യേകം നികുതി അടച്ചതും പൊസഷൻ എടുക്കണോ ലൊക്കേഷൻ എടുക്കുന്നതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ലോൺ എടുക്കുന്നതിനോ നമുക്കത് മാത്രം ട്രാൻസാക്ഷൻ നടത്തുന്നതിനോ എല്ലാം തന്നെ ഈ വിൽപത്രത്തിൻ്റെ ബലത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.